സോ ഗൈസ്, നമ്മൾ വീഡിയോനകത്ത് ഡ്രോഗൺ ഹെഡ് ഷോട്ട് ചലഞ്ച് എന്ന് പറഞ്ഞ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ചലഞ്ച് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൽ വന്ന് ഹെഡ് ഷോട്ട് എങ്ങനെയാണ് അടിക്കാന്നൊക്കെ നോക്കി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്, പിന്നെ VR-ലേക്കൊക്കെ കടക്കാമെന്ന്. പക്ഷേ ഈ ഒരു മാച്ച് കളിച്ചപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഡ്രോഗൺ വെച്ച് എനിക്ക് ഹെഡ് ഷോട്ട് പോയിട്ട് പ്രോപ്പറായിട്ട് ബോഡി ഷോട്ട് പോലും അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ ഞാനെങ്ങനെയാണ് VR-ൽ പോയിട്ട് ഹെഡ് ഷോട്ട് അടിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് ഹെഡ് ഷോട്ട് അടിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച് ഒരു മണിക്കൂറോളം കുത്തിരുന്ന് കളിച്ചു. പക്ഷേ പ്രോപ്പറായിട്ട് ബോഡി ഷോട്ട് പോലും എനിക്ക് ലാസ്റ്റ് എത്തിക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ കുത്തിപ്പിടിച്ച് കുറച്ചൊക്കെ കൂടെ കൊന്നു. പക്ഷെ കാര്യമില്ലല്ലോ, ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലണം, അതാണല്ലോ ചലഞ്ച്. പക്ഷെ നമുക്ക് ഒരിത്തിരി പോലും ഡ്രോഗൺ വെച്ച് കളിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഒരുപാട് സമയം ഒരു ട്രെയിനിങ്ങിനകത്ത് കുത്തിരുന്ന് കളിച്ചു നോക്കി. നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ കാര്യമില്ലല്ലോ, നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റിയില്ല. ഈ തുള്ളി കളിക്കുന്നവനെങ്കിലും ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല ഗൈസ്. സോ നമ്മൾ ഈ ഒരു ചലഞ്ച് നമ്മളിവിടെ ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിർത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കൂടെ നമ്മൾ ഈ ഒരു ഡ്രോഗൺ വെച്ച് അടിക്കാൻ പഠിച്ചിട്ട്, ഹെഡ് ഷോട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമ്മൾ അത്യാവശ്യമൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊരു ഹെഡ് ഷോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, 14 കിട്ടുന്നുണ്ട്. പക്ഷേ കാര്യമില്ല, എന്തായാലും നമ്മൾ ഈ ഒരു ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതാ നെവർ ഗിവ് അപ്പ്, അതാണല്ലോ നറൂട്ടോ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും നമ്മൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ടാറ്റ ബൈ ബൈ.